നമസ്കാരം. അയ്യോ, ഭയങ്കര ഗംഭീര പരിപാടിയാണ് നടക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾ എത്ര ദിവസത്തെ പ്രയത്നം എന്നറിയാമോ? ഞങ്ങളെ പ്രധാനമന്ത്രി, ആരാധ്യനായ പ്രധാനമന്ത്രി ഇവിടെ വരുന്നത് ഭയങ്കര സന്തോഷം, പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പം നമ്മുടെ നാടിൻ്റെ വികസനം സംബന്ധിച്ചാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അദ്ദേഹം ഈ നാടിനെ വികസിപ്പിച്ചെടുത്തിരിക്കും. വാക്ക് പറഞ്ഞാൽ അദ്ദേഹം വാക്ക് പാലിച്ചിരിക്കും. അതാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രി, ആരാധ്യനായ പ്രധാനമന്ത്രി. ഒത്തിരി ഇഷ്ടം, ഒത്തിരി ആരാധിക്കുന്നു, ഒത്തിരി ബഹുമാനിക്കുന്നു. ഭയങ്കര, ഞാൻ പൂജാമുറിയിൽ കയറിയാൽ ഞാൻ എൻ്റെ പ്രധാനമന്ത്രിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ മറ്റാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കത്തുള്ളൂ. ഞങ്ങൾക്കും അത് തന്നെയാണ് പറയാനുള്ളത്. എനിക്കും നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സാറിനെ കാണണം, മോജിയെ കാണണം. ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ വളരെയധികം കാത്തിരിക്കുകയാണ്. ഗംഭീരമാക്കണം. അതിനൊപ്പം ഞങ്ങളും കൂടെ നിൽക്കുകയാണ്. കാരണം ഇതുവരെ ഞങ്ങൾക്ക് ഇല്ലാത്തതാണ് ഇപ്പം ഞങ്ങളുടെ ഈ തിരുവനന്തപുരത്ത് ഉണ്ടായത്. പ്രതീക്ഷിച്ചിരുന്നതിനും അപ്പുറം ഞങ്ങൾക്ക് ഒരു പൂവിന് വേണ്ടി ആഗ്രഹിച്ച ഒരു പൂക്കാരൻ തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് ഞങ്ങൾ അടിച്ചു പൊളിക്കും, അത്രയേ ഉള്ളൂ. പ്രധാനമന്ത്രിയെ കാണാനാണ്. അതെ അതെ, ഞാൻ കൊല്ലത്ത് നിന്ന് വന്നതാണ്. അത് രാവിലെ പ്രധാനമന്ത്രി കാണാനായിട്ട് തന്നെ അതിനുവേണ്ടി മാത്രം വന്നതാണ്. എന്താണ് വലിയ പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നത്? പിന്നെ ഉണ്ട്, പ്രഖ്യാപനമൊക്കെ ഒരുപാട് ഉണ്ടാവും, നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങനെ തന്നെയാണ്. ഈ തിരുവനന്തപുരം നഗരസഭ പിടിച്ചാൽ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി എത്തുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അദ്ദേഹം 1 മാസം തികയുന്നതിന് മുമ്പ് വരികയാണ്. ഈ തിരഞ്ഞെടുപ്പിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയാണല്ലോ. BJP പ്രവർത്തകർക്കൊക്കെ എത്രമാത്രം ആത്മവിശ്വാസമുണ്ട്? അത് നല്ല ആത്മവിശ്വാസമാണ് ഉള്ളത്. ഇത് നമ്മൾ ഇവിടുന്ന് തുടങ്ങുന്നത്, ഇതൊരു തുടക്കമാണ്. പ്രധാനമന്ത്രിയുടെ വരവിനെ കാണുന്നത് വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷം. ഞങ്ങളുടെ പ്രൈം മിനിസ്റ്റർ ഇവിടെ വരുന്നതിൽ ഭയങ്കര സന്തോഷം. എന്ന് വെച്ചാൽ അദ്ദേഹം വാഗ്ദാനങ്ങൾ കൊടുക്കാറില്ല, വാഗ്ദാനങ്ങൾ ചെയ്ത് കാണിക്കുകയേ ഉള്ളൂ കാര്യങ്ങളെല്ലാം. തിരുവനന്തപുരത്തിന് വേണ്ടി പ്രത്യേകം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ഉറപ്പാണ് 100% ഞങ്ങൾക്ക് ഉറപ്പാണ്, ജനങ്ങൾക്ക് ഉറപ്പാണ്. ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. ശരി, നമുക്ക് അത് തന്നെ, അതാണ് ഞാൻ അതിനാണ്. വളരെ രാവിലെ തന്നെ വന്നിട്ടുണ്ട് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി. അദ്ദേഹം എത്തുന്നത് തന്നെ 10 മണിക്കാണ്. രാവിലെ എത്തിയിട്ടുണ്ട് എല്ലാം. നമുക്ക് അതാണ് സന്തോഷം. എനിക്ക് അതാണ് ഏറ്റവും വലുത്. നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ വരുന്നത് നമ്മളെ ഏരിയയിൽ നമുക്ക് ഇത് എല്ലാം വളരെ സന്തോഷമായിട്ട് നിൽക്കണം. അതാണ് നമ്മുടെ കാര്യം. എൽദോ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ട്രെയിനുകളുമായി ബന്ധപ്പെട്ടാണ്. തിരുവനന്തപുരം താമ്പരം, തിരുവനന്തപുരം ഹൈദരാബാദ്, നാഗർകോവിൽ മംഗളൂരു എന്നീ അമൃത് ഭാരത് ട്രെയിനുകളാണ് കേരളത്തിന് പുതുതായി അനുവദിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഗുരുവായൂർ തൃശൂർ പാസഞ്ചർ, അതിന്റെ ഉദ്ഘാടനവും ഇന്ന് നടക്കും, ഫ്ളാഗ് ഓഫും ഇന്ന് നടക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.